ഐലൻഡ്സ് ആൻഡ് ഡെസേർട്ട്സിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് ലക്ഷദ്വീപ് ഐലൻഡിനെ കുറിച്ചും ഡെസേർട്ട്സിനെ കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ലക്ഷദ്വീപ് ഡിസ്കസ് ചെയ്യാം. ലക്ഷദ്വീപിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. ഇന്ത്യയുടെ പവിഴദ്വീപ് അല്ലെങ്കിൽ കോറൽ ഐലൻഡ് ഓഫ് ഇന്ത്യ എന്നാണ് ഇതറിയപ്പെടുന്നത്. ലക്ഷദ്വീപിലെ ദ്വീപുകളിൽ കൺവെക്റ്റീവ് റെയിൻസും പിന്നെ ഒരു ട്രോപ്പിക്കൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ മധ്യരേഖാ വിഭാഗത്തിലുള്ള സസ്യജാലങ്ങളുമാണ് ഉള്ളത്. പിന്നെ 8 ഡിഗ്രി നോർത്ത് ടു 12 ഡിഗ്രി നോർത്ത് അക്ഷാംശവും അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡും 71 ഡിഗ്രി ഈസ്റ്റ് 74 ഡിഗ്രി ഈസ്റ്റ് രേഖാംശം അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡുമാണ് ഈ ഭാഗത്തുള്ളത്. ആ ഭാഗത്തിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ കേരള തീരത്ത് നിന്ന് 250 കിലോമീറ്റർ അല്ലെങ്കിൽ 450 കിലോമീറ്റർ അകലെയായിട്ടാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഐലൻഡിൽ കോറൽ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ പവിഴപ്പുറ്റ് നിക്ഷേപങ്ങൾ കൂടുതലായിട്ടുള്ള സ്ഥലമാണ്. ഏകദേശം 36 ദ്വീപുകളുണ്ട് ലക്ഷദ്വീപിൽ. അതിൽ 11 എണ്ണത്തിൽ മാത്രമാണ് ജനവാസം ഉള്ളത്. അവിടെ കൂടുതലായിട്ടുള്ള വ്യവസായം എന്ന് പറഞ്ഞാൽ കയറും നാളികേരവും ഒക്കെയാണ്. നാളികേരം അവിടെ പ്രധാനമായിട്ട് നടക്കുന്നൊരു കൃഷിയാണ്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഇന്ത്യയിലെ ഹയസ്റ്റ് ലിറ്ററസി റേറ്റുള്ള യൂണിയൻ ടെറിട്ടറിയാണ് ലക്ഷദ്വീപ്. സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ആണ് ലക്ഷദ്വീപ് ഇന്ത്യയിലെ. പിന്നെ ട്രോപ്പിക്കൽ പാരഡൈസ് അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പറുദേശ എന്നാണ് അറിയപ്പെടുന്നത്. 1956 നവംബർ 1 ഇത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറിയത്. ഇത് നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു കൽക്കത്ത ഹൈക്കോടതിന് കീഴിലാണ് ഇത് വരുന്നത് എന്നുള്ളത്. പക്ഷേ ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ് വരുന്നത്. ലക്ഷദ്വീപിലുള്ള ഒരു എയർപോർട്ടാണ് അഗത്തി എയർപോർട്ട്. ലക്ഷദ്വീപിലെ ഏക പക്ഷി സങ്കേതമാണ് പീട്ടി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. അതുപോലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപും കവരത്തിയാണ്. അതുപോലെ സെക്കൻഡ് ആയിട്ടുള്ള സ്ഥലം വരുന്നത് ആന്ത്രോത്താണ്. പക്ഷേ ഏറ്റവും വലിയ ദ്വീപ് വരുന്നത് ആന്ത്രോത്താണ്. അപ്പോൾ അത് 2-3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി, അതുതന്നെയാണ് ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലം. പക്ഷേ പോപ്പുലസ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലം. പക്ഷേ ഏറ്റവും വലിയത് ആന്ത്രോത്താണ്. ആന്ത്രോത്ത് തന്നെയാണ് സെക്കൻഡ് മോസ്റ്റ് പോപ്പുലസ്. ഇനി ഏറ്റവും ചെറിയ ദ്വീപ് ബിത്രയാണ്. ലക്ഷദ്വീപിൻ്റെ ഏറ്റവും സദേൺ മോസ്റ്റ് അല്ലെങ്കിൽ തെക്കേ അറ്റത്തുള്ള ദ്വീപാണ് മിനിക്കോയ്. മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ചാനലാണ് 9 ഡിഗ്രി ചാനൽ. ലക്ഷദ്വീപിനെ മാൽഡീവ്സുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ചാനലാണ് 8 ഡിഗ്രി ചാനൽ. പിന്നെ ബാക്കി എല്ലാ ഐലൻഡ്സിനെയും 10 ഡിഗ്രി ചാനൽ കൊണ്ട് വിഭജിച്ചിരിക്കുന്നു. അതായത് ആമിനി ദ്വീപ് തൊട്ട് വടക്ക് ആമിനി ദ്വീപ് തൊട്ട് തെക്ക് കാനന്നൂർ ദ്വീപ് വരെയുള്ള ഭാഗത്തിനെ 10 ഡിഗ്രി ചാനൽ കൊണ്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അവിടെ ലക്ഷദ്വീപിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് മലയാളം, മഹൽ, ജസ്രി ഇതൊക്കെയാണ്. ഇതൊക്കെ സിമിലർ, അതായത് ഈ ജസ്രി മഹലൊക്കെ ചെറിയ വ്യത്യാസമുള്ള മലയാളമായിട്ട്. പക്ഷെ അതാണ് ഈ 2-3 ലാംഗ്വേജസാണ് ലക്ഷദ്വീപിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്, ഇതിനെക്കുറിച്ചാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടിന് വേറൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താർ ഡെസേർട്ടാണ്. ആരവല്ലി ഹൈലാൻഡ്സിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പലതരത്തിലുള്ള ഡ്യൂൺസും കാര്യങ്ങളും മറ്റ് ബർക്കനുകളും ഒക്കെ ഉണ്ട്. ഇവിടെ 150 മില്ലിമീറ്ററിൽ താഴെ മാത്രമാണ് ഒരു വർഷം മഴ ലഭിക്കുന്നത്. പിന്നെ ഇതൊരു ഡ്രൈ ക്ലൈമറ്റാണ്. അവിടെ വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ സസ്യജാലങ്ങളൊക്കെ വളരെ കുറവാണ്. ഇതിനെ മരുസ്ഥലി എന്നും വിളിക്കുന്നുണ്ട്. മരുസ്ഥലി, താർ ഡെസേർട്ട് എന്നീ പേരിൽ അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ മരുഭൂമി. ഈ ഡെസേർട്ട്
പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മെസോസോയിക് എറയിൽ അവിടെ താഴെ വെള്ളമുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിന് എവിഡൻസ് ആയിട്ട് പറയുന്നത് ആക്കൽവുഡ് ഫോസിൽ പാർക്കും മറൈൻ ബ്രഹ്മസർ, ജയ്സാൽമീറിലെ ബ്രഹ്മസറിൻ്റെ ഭാഗത്ത് കുറച്ച് മറൈൻ ഡെപ്പോസിറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഈ താഴെ വെള്ളമുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ മഷ്റൂം റോക്സ്, ചേഞ്ചിങ് ഡ്യൂൺസ്, ഒയാസിസ്, ഇതൊക്കെ മരുപ്പച്ച, ഇതൊക്കെയാണ് മരുഭൂമി കാണുന്ന പ്രത്യേകതകൾ. ഡെസേർട്ട്സിനെ ആണെങ്കിൽ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച്. ഒന്ന് സിന്ധു നദിയിലേക്ക് അല്ലെങ്കിൽ സിന്ധ് ഭാഗത്തിലേക്ക് സ്ലോപ്പ് വരുന്ന രീതിയിൽ, പിന്നെ രണ്ടാമത്തെ റാൻ ഓഫ് കച്ചിലേക്ക് തെക്ക് ഭാഗത്ത് അങ്ങോട്ട് സ്ലോപ്പ് വരുന്ന രീതിയിൽ. പിന്നെ ഇവിടെയുള്ള നദികൾ പലതും ശാശ്വതമായ നദികളാണ്. ഈ പ്രദേശത്ത് കൂടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് ലൂണി.